തെസലോനിക്കയിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച പൊർഫീരിയൂസ് 25-ാമത്തെ വയസ്സിൽ സർവസംഘ പരിത്യാഗിയായി നാടുവിട്ട് ഈജിപ്തിലെ സ്കീറ്റ് മരുഭൂമിയിലെത്തി അവിടെ ഒരു ആശ്രമത്തിൽ ചേർന്നു. 5 വർഷം കഴിഞ്ഞ് അവിടെ നിന്നും പാലസ്തീനായിലേക്ക് പോയി ജോർദാന് സമീപം ഒരു ഗുഹയിൽ പാർത്തു. വീണ്ടും 5 വർഷം കഠിന തപസ്സു ചെയ്തു. രോഗബാധിതനായി തീരുകയാൽ ജെറുസലേമിലെത്തി അനുദിനം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു തുടങ്ങി. ക്ഷീണാധിക്യം നിമിത്തം ഒരു ഊന്നുവടിയുടെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. ഏഷ്യയിൽ നിന്നും വന്ന മർക്കോസ് എന്ന പേരോട് കൂടിയ ഒരു തീർത്ഥാടകൻ പൊർഫീരിയൂസിന്റെ ഭക്തിയിൽ ആകർഷിതനായി. ഒരു ദിവസം പൊർഫീരിയൂസ് തിരുവുത്ഥാനത്തിന്റെ ദേവാലയത്തിലേക്കുള്ള ഉയർന്ന പടവുകൾ കയറാൻ കഴിയാതെ വിഷമിക്കുന്നത് കണ്ട് മർക്കോസ് സഹായഹസ്തം നീട്ടി. പൊർഫീരിയൂസ് പറഞ്ഞു, വേണ്ട, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ തന്നെ ഈ ക്ലേശം സഹിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എൻ്റെ പാപങ്ങൾ തമ്പുരാൻ ക്ഷമിക്കുമാറാകട്ടെ. തെസലോനിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഭൂസ്വത്ത് മുഴുവൻ വിറ്റു തീർന്നിരുന്നില്ല. അത് എത്രയും വേഗം വിൽക്കാൻ പൊർഫീരിയൂസ് മർക്കോസിനെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് മർക്കോസ് തെസലോനിക്കയിലെത്തി ഭൂസ്വത്ത് വിറ്റ് പണവുമായി മടങ്ങിയെത്തി. പൊർഫീരിയൂസ് ആ പണം മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിന്റെ രോഗങ്ങളെല്ലാം നിശേഷം മാറിയതായി മർക്കോസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് പൊർഫീരിയൂസിനോടൊത്ത് പാർത്തു. ഇരുവരും ശാരീരിക അധ്വാനം കൊണ്ട് മാത്രം അഷ്ടിക്കുള്ള വക സമ്പാദിച്ചു. 40 വയസ്സ് പ്രായമായപ്പോൾ പൊർഫീരിയൂസിനെ ജെറുസലേം എത്താൻ വൈദികനായി അഭിഷേകം ചെയ്തു. വിശുദ്ധ കുരിശിന്റെ അവശിഷ്ട ഭാഗം സംരക്ഷിക്കുന്നതിനുള്ള ചുമതലയും ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴും പൊർഫീരിയൂസ് തന്റെ തപശ്ചര്യകൾക്ക് മുടക്കം വരുത്തിയില്ല. 396-ൽ ഗാസായിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മെത്രാൻ പദം ഏറ്റെടുക്കാൻ വിമനസ് കാണിച്ചെങ്കിലും അധികാരികളുടെ ആജ്ഞയ്ക്ക് അദ്ദേഹം വഴങ്ങുകയായിരുന്നു. അക്കാലത്ത് ഗാസായിൽ ധാരാളം വിഗ്രഹാരാധകർ ഉണ്ടായിരുന്നു. പൊർഫീരിയൂസിന്റെ ജീവിത വിശുദ്ധിയും അത്ഭുത പ്രവർത്തനങ്ങളും കണ്ട് അവരിൽ പലരും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു. ചക്രവർത്തിനി എവുഡോക്സിയയുടെ കൽപ്പന പ്രകാരം പല അമ്പലങ്ങളും നശിപ്പിക്കപ്പെടുക കൂടി ചെയ്തപ്പോൾ ഗാസായിൽ നിന്നും വിഗ്രഹാരാധന സമ്പൂർണമായി തുടച്ചു നീക്കാൻ പൊർഫീരിയൂസിന് അനുകൂല അവസരം ലഭിച്ചു. അവിടുത്തെ പ്രധാന ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു ക്രൈസ്തവ ദേവാലയം നിർമ്മിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 420-ൽ അദ്ദേഹം ചരമം പ്രാപിക്കുകയും ചെയ്തു.